നമ്മൾ സ്ത്രീധനം കൊടുക്കുന്നത് ഭാര്യ വീട്ടിൽ നിന്ന് സ്ത്രീധനം കൊടുക്കുമ്പോഴത്തേക്ക് അത് ഭർത്താവിൻ്റെ പേരിലും കൂടെ ആക്കി കൊടുക്കാറുണ്ട് അല്ലെ, വസ്തുക്കളിലൊക്കെ അങ്ങനെ അത് ചെയ്യാറുണ്ട്. അത് തെറ്റായ പ്രവണതയാണ്. അത് പിന്നീട് ചെയ്ത് കൊടുത്ത് നമ്മൾ ഓരോ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കാണ് നമുക്ക് ഒരുപാട് സമൂഹത്തിൽ അത് ഒരുപാട് ദുരനുഭവങ്ങൾ ചെയ്യണുണ്ട്. അത് ഭയങ്കര പ്രശ്നമായിട്ട് വരും. അങ്ങനെ ഒരു ഭാര്യയുടെ വസ്തു ഭർത്താവിൻ്റെ പേരിലും കൂടെ എഴുതി കൊടുത്ത് അങ്ങനെ 2 കുഞ്ഞുങ്ങൾ, ഒരു കുഞ്ഞ് അമ്മയോടും ഒരു കുഞ്ഞ് അച്ഛനോടും. അപ്പം ഞാൻ ഒരേ സമയം കോടതിയിൽ കയറിയിട്ട് ഇവരെ വിവാഹമോചനം നടക്കണം. അതിൻ്റെ ഒപ്പം തന്നെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് ആ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളത് ഇവരെ ബന്ധം വേർപെടുത്തിയത് കൊണ്ട് അവരെ വസ്തുക്കളിൽ മേലുള്ള ഇവരെ പേരിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറ്റി എഴുതി കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ അവരെ അവകാശം ഒഴിഞ്ഞു കൊടുക്കണം. ഭർത്താവിൻ്റെ അവകാശം ഒഴിഞ്ഞ് ഭാര്യയുടെയും ഈ മക്കളുടെയും പേരിലാക്കി അവകാശം ഒഴിഞ്ഞു കൊടുക്കണം. അങ്ങനെ കോടതിയിൽ പോയി സത്യം പറഞ്ഞാൽ എനിക്കാണെങ്കിൽ അതെന്നൊന്നും അറിയത്തില്ല. എന്നാലും നെടുമങ്ങാട് കോടതിയിൽ നിന്ന് വിവാഹമോചനം നേടി അവർ രജിസ്ട്രേഷൻ സംബന്ധിച്ച് എൻ്റെ കൂടെ വരെയാണ്. അവിടെ വന്ന് ഈ വസ്തു തിരിച്ചെഴുതി കൊടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഈ 2 കുഞ്ഞുങ്ങൾ ഓടി വന്നിട്ട് 2 കുഞ്ഞുങ്ങൾ വന്ന് സംസാരിക്കുന്ന രീതിയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്ന രീതി. കാരണം ഈ കുഞ്ഞുങ്ങൾ വന്ന് നിന്നിട്ട് എടി നിന്നെ എന്ന് കാണാൻ പറ്റും. ഒരു ഇളയ കുഞ്ഞ് മൂത്ത കുഞ്ഞിനോട് ചോദിക്കും, നിന്നെ എന്ന് കാണാൻ പറ്റും, ഇനി എന്ന് കാണാൻ പറ്റുമോ എന്തായാലും നമ്മളെ അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങിയതാണ് നമ്മൾ തമ്മിൽ അകലാനുള്ള കാരണം അല്ലേ എന്ന് ഈ 2 കുഞ്ഞുങ്ങൾ തമ്മിലുള്ള സംസാരം. ഇത് ഇങ്ങനെ ഞാൻ കുറേ നേരം കേട്ട് നിന്നിട്ട് എനിക്കങ്ങ് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടതെന്നറിയില്ല. കാരണം അവിടെയും ഈ വിവാഹമോചനം നേടാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ പരസ്പരം പരിഗണനയില്ലാത്തതാണ്. കാരണം എന്ന് വെച്ചാൽ ഭാര്യയ്ക്ക് മക്കളെ മതി, ഭർത്താവിനെ വേണ്ട. ഭർത്താവ് ചിലവിന് കൊടുത്താൽ മതി. ഭർത്താവെന്ന് പറയുന്ന ഒരാളെ വില അറിയില്ല. അത് വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് അതൊരു ചോദ്യചിഹ്നമാവും. കാരണം ഞാനും അതേ സാഹചര്യങ്ങളിലൂടെ പോയിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയാണ്, ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ നമ്മളെ ഭർത്താവിന് കൊടുക്കേണ്ട പരിഗണന നമ്മൾ തന്നെ കൊടുക്കണം, ഭാര്യമാർ കൊടുക്കണം. കൊടുക്കാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അവർ വേറെ അന്വേഷിച്ച് പോവും. വേറെ അന്വേഷിച്ച് പോയിട്ട് നമ്മളിരുന്നുകൊണ്ടും മറ്റുള്ളവരെ പറഞ്ഞിട്ട് കുറ്റമുണ്ടോ, കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെയാണ് ഭർത്താവും. നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ഭാര്യയ്ക്ക് പരിഗണന കൊടുക്കണം. നമ്മുടെ വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് പരിഗണന കൊടുക്കാതെ വരുമ്പോഴേ ഭാര്യ എന്ത് ചെയ്യുമെന്നറിയാമോ? അവിടെ കൂടെ പോകുന്ന ഏതെങ്കിലും പരിഗണന കൊടുക്കുന്ന അല്പസ്നേഹത്തിൻ്റെ പുറകേൽ പോകും. ഇതൊക്കെയാണ് കുടുംബങ്ങളിൽ വിവാഹമോചനങ്ങൾ നേടുന്ന കാര്യവും പരിഗണനയ്ക്ക് പ്രഥമ സ്ഥാനം കൊടുക്കാത്തതിൻ്റെ പ്രധാന കാരണമാണ്. അത് ഇനിയെങ്കിലും ഓരോ കുടുംബങ്ങളിലുള്ള ഓരോ വ്യക്തികളും മനസ്സിലാക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ, വളർന്നു വരുന്ന മക്കളെ നമ്മൾ മാറ്റി തന്നെ കിടത്തണം. നമ്മുടെ ഭർത്താവിന് കൊടുക്കേണ്ട സ്നേഹവും സഹകരണവും എല്ലാം നമ്മളിൽ നിന്ന് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കാൻ തന്നെയാണ് നമ്മൾ വിവാഹം കഴിച്ചത്. അതുപോലെ തന്നെ ഭർത്താവിൽ നിന്നുള്ള സ്നേഹവും പരിഗണനയും കിട്ടേണ്ട സമയത്ത് ഭാര്യയ്ക്ക് കൊടുക്കുക തന്നെ ചെയ്യണം. ഇതാണ് പരസ്പരം പരിഗണന എന്ന് പറയുന്നത്. നിങ്ങൾക്കെന്താ ഈ വീഡിയോ കണ്ടിട്ട് ആയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടേതായ കമൻറ്റുകൾ പോരട്ടെ. എന്താ ഇഷ്ടമായില്ലേ കൂട്ടുകാരെ?